ചാനൽ ട്രിനിറ്റി വോയിസ്. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുൾഗീശ നീ അത്രേ എൻ്റെ രക്ഷാസ്ഥാനോ. പരപരമേശ വരമരുൾഗീശ നീ അത്രേ എൻ്റെ രക്ഷാസ്ഥാനം. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുൾഗീശ നീ അത്രേ രക്ഷസ്ഥാനോ. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി ഓർ ജനസിസ്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 16 വേഴ്സ് 3. അബ്രാം കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മിസ്രൈമ്യ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു. ആൻഡ് സാറായി Abram's wife took Hagar her maid the Egyptian after Abram had dwelt 10 years in the land of Canaan and gave her to her husband Abram to be his wife. ഇനി നമുക്ക് സെക്കൻഡ് സെഷൻ നോക്കാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. The only way to get into God's family is by being born again into it. You first birth, but you became a member of God's family by your second birth. God has given us the privilege of being born again so that we are new members of God's own family. The invitation to be part of God's family is universal, but there is one condition: faith in Jesus. The Bible says you are all children of God through faith in Christ Jesus. Your spiritual family is even more important than your physical family because it will last forever. Our families on earth are wonderful gifts from God, but they are temporary and fragile. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ്സ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 20. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 20-ാമത് വാക്യം. ദരിദ്രനെ കൂട്ടുകാരിൽ പോലും പായിക്കുന്നു, ധനവാന് വളരെ സ്നേഹിതന്മാർ ഉണ്ട്. ദ പുവർ ഈസ് ഹേറ്റ് ഈവൻ ഓഫ് ഹിസ് ഓൺ നെയ്ബർ, ബട്ട് ദ റിച്ച് ഹാവ് മെനി ഫ്രണ്ട്സ്. ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 30. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന് 30-ാമത് വാക്യം. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. Wherefore if God so clothe the grass of the field, which today is and tomorrow is cast into the oven, shall he not much more clothe you, O ye of little faith. നമുക്ക് വായനാഭാഗം നോക്കാം. യേശുവിൻ്റെ വിജയം എന്നാണ് ഇന്നത്തെ വായനാഭാഗത്തിൻ്റെ ഹെഡിങ്. യേശുവിൻ്റെ മരണം അവൻ്റെ ശിഷ്യന്മാരെ ഞെട്ടിച്ചു. വരുവാനുള്ളവനായ യഹൂദ ജനത നൂറ്റാണ്ടുകളായി കാത്തിരിക്കുകയായിരുന്നു. ആ വ്യക്തിയെ അവർ കണ്ടെത്തിയെന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചു. തങ്ങളുടെ വീടും തൊഴിലും ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ യേശു മരിച്ചു. എല്ലാവരും അതറിയുകയും ചെയ്തു.
അനുയായികൾ ആകെ അസ്വസ്ഥരായി. അവരുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. തങ്ങളും കൊല്ലപ്പെടുമെന്ന് അവർ കരുതി. അവിശ്വസനീയമായ അത്ഭുതം. ഇനി എന്തെങ്കിലും നല്ലത് ഭവിക്കുമെന്ന് ശിഷ്യന്മാർ കരുതിയിരുന്നതേയില്ല. ഒഴിഞ്ഞ കല്ലറ. മത്തായി 28:1 മുതൽ 8 വരെയുള്ള വായനാഭാഗം ഇവിടെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ, യേശുവിനെ പറ്റി കൂടുതൽ അറിയണം എന്നുള്ളവർ ഈ വായനാഭാഗം നോക്കിയാൽ മതി. എൻ്റെ ഇംഗ്ലീഷും കൂടെ പറഞ്ഞേക്കാം അറിയത്തില്ലാത്തവർക്ക്. മാത്യു ചാപ്റ്റർ 28 വേർഡ്സ് 1-8. യേശുവിനെ കുരിശിൽ നിന്ന് മാറ്റി വെള്ളിയാഴ്ച സായാഹ്നത്തിൽ കല്ലറയിൽ വെച്ചു. ശനിയാഴ്ച ശബത്തായിരുന്നു. ശബത്ത് കഴിഞ്ഞ് ഞായറാഴ്ച അതിരാവിലെ മഗ്ദലന മറിയയും മറ്റേ മറിയയും കല്ലറ സന്ദർശിക്കാൻ ചെന്നു. പെട്ടെന്നൊരു വലിയ ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലറയുടെ മൂടിക്കല്ല് ഉരുട്ടി മാറ്റി അതിന്മേലിരുന്നു. ദൂതൻ മിന്നൽ പിണർ പോലെ തേജോരൂപിയും അവൻ്റെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ ശുഭ്രവുമായിരുന്നു. കാവൽക്കാർ ഭയപരവശരായി മരിച്ചവരെ പോലെ നിലം പതിച്ചു. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെയാണ് നിങ്ങൾ തിരയുന്നത് എന്നെനിക്കറിയാം. അവൻ ഇവിടെയില്ല. അവൻ പറഞ്ഞിരുന്നത് പോലെ ദൈവം അവനെ ഉയർപ്പിച്ചു. വരൂ, അവൻ്റെ ശരീരം കിടന്നിരുന്ന സ്ഥലം കാണുക. ഇനി നിങ്ങൾ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് യേശു ഉയർത്തെഴുന്നേറ്റു എന്നും ഗലീലയിലേക്ക് പോയി എന്നും പറയുക. അവിടെ നിങ്ങൾ അവനെ കാണും. ഇക്കാര്യം അറിയിക്കാനാണ് ഞാൻ വന്നത്. സ്ത്രീകൾ ഭയത്തോടും അത്യാനന്ദത്തോടും കൂടെ വിവരം ശിഷ്യന്മാരെ അറിയിക്കാൻ കല്ലറ വിട്ട് ഓടിപ്പോയി. യേശു പറഞ്ഞ കാര്യം അവർ അപ്പോൾ ഓർത്തു. കല്ലറയിൽ നിന്നും മടങ്ങിയെത്തിയ അവർ ഈ കാര്യങ്ങൾ 11 ശിഷ്യന്മാരെയും അവൻ്റെ മറ്റ് അനുയായികളെയും അറിയിച്ചു. സ്ത്രീകൾ പറഞ്ഞത് അസംഭവ്യമാണെന്ന് അവർ കരുതി. അതുകൊണ്ട് അവർ സ്ത്രീകളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. ഇനി നമുക്ക് ഉള്ളടക്കം നോക്കാം. ഒന്നാമത്തെ സെഷൻ ഉൽപ്പത്തി തന്നെയാണ്. അബ്രാം കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയെ സാറായി മിസ്രൈമി ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയെ കൊടുത്തു. അപ്പോൾ കനാൻ ദേശത്ത് പാർത്ത് 10 സംവത്സരം കഴിഞ്ഞപ്പോഴാണ് അബ്രാമിൻ്റെ ഭാര്യയെ സാറായി മിസ്രൈമി ദാസിയായ ഹാഗാറിനെ ഭാര്യയായിട്ട് അബ്രാമിന് കൊടുത്തത്. അതിനിപ്പം കൂടുതൽ എലാബറേറ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടിയല്ലോ. അത് അങ്ങനെ അറിയാൻ മേലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടെ ഊന്നി പറയുന്നത്. ആൻഡ് സാറായി അബ്രാംസ് വൈഫ് ടു ഹാഗാർ ഹെർ മെയ്ഡ് ദ ഈജിപ്ഷ്യൻ ആഫ്റ്റർ അബ്രാം ഹാഡ് dwelt 10 years in the land of Canaan and gave her to her husband Abram to be his wife. ഇനി നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയർമെൻറ്റ്സിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദ ഓൺലി വേ ടു ഗെറ്റ് ഇൻ ടു ഗോഡ്സ് ഫാമിലി is by being born again into it. You became part of the human family by your first birth, but you became a member of God's family by your second birth. God has given us the privilege of being born again so that we are new members of God's own family. ഇനി നമുക്ക് തേർഡ് സെഷൻ. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാന് വളരെ സ്നേഹിതന്മാരുണ്ട്. അപ്പം ദരിദ്രനെ, ഒന്നുമില്ലാത്തവനെ, അങ്ങനെയുള്ളവരെ കൂട്ടുകാരൻ പോലും പകയ്ക്കും. അവർക്ക് പോലും ഇഷ്ടമുണ്ടാകുകയില്ല. എൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹെയ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെയ്റ്റ്, പകയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുക്കുക എന്നുള്ള അർത്ഥമാണ്. ധനവാന് വളരെ സ്നേഹിതനും. ധനവാനായിട്ടുള്ളവരുടെ കൂടെ കൂടാനും അവരുടെ കൂടെ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും പിടിക്കാനും എല്ലാം ഇഷ്ടം പോലെ സ്നേഹിതന്മാരുണ്ട്. പക്ഷേ കൂട്ടുകാരെ എല്ലാവരും പകയ്ക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറയാം. ദ പുവർ ഈസ് ഹെയ്റ്റ്ഡ്. ഹെയ്റ്റ്ഡ് എന്ന് പറഞ്ഞാൽ പകയ്ക്കുന്നു. ഈവൻ ഓഫ് ഹിസ് ഓൺ നെയ്ബർ. ബട്ട് ദ റിച്ച് ഹാവ് മെനി ഫ്രണ്ട്സ്. പണക്കാരൻ്റെ കൂടെ അല്ല, ധനവാൻ്റെ കൂടെ മെനി ഫ്രണ്ട്സ്, ധാരാളം ഫ്രണ്ട്സ്, വളരെ സ്നേഹിതന്മാരുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് സെഷൻ, മാത്യു മത്തായി. അത് ഇന്നുള്ളതും നാളെ അടുപ്പിലിരുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. അതെന്താണെന്ന് വെച്ചാൽ ഒരു പുല്ലാണല്ലോ, താമര
പുല്ലിൽ നിന്നാണല്ലോ വളരുന്നത്, ഒരു സസ്യമായിട്ട് വരും. അപ്പോൾ ഇന്നുള്ളത് നാളെ അടുപ്പിലിടുന്നു. ഇന്ന് കാണുന്ന പുല്ല് നാളെ നമ്മൾ അടുപ്പിലിട്ട് അല്ലെ ചവിട്ടിക്കളയുന്നു. അങ്ങനെയൊക്കെ ആ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അത് വളരെയധികം നല്ല രീതിയിലാണ് ദൈവം അതിനെ ചമയിച്ചൊരു താമരപ്പൂവായിട്ട് ഇങ്ങനെ നിർത്തുന്നത്. അപ്പോൾ അല്പവിശ്വാസികളെ നിങ്ങളെ നമ്മളൊക്കെ അല്പവിശ്വാസികളാണ്, ഞാനടക്കമാണ് പറയുന്നത്. അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ദൈവം സൂക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനോടെ നോക്കാം. Wherefore, if God so clothe the grass of the field, which today is and tomorrow is cast into the oven, shall he not much more clothe you, O ye of little faith? അപ്പോൾ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.